UGC നെറ്റ് പേപ്പർ 1 യൂണിറ്റ് 9 ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യൂണിറ്റ് 9 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് യൂണിറ്റ് 9 എന്ന് പറഞ്ഞാൽ. യൂണിറ്റ് 9 നമ്മൾ ഡിഗ്രിക്കും PGക്കും ഒക്കെ പല പ്രാവശ്യം പഠിച്ചിട്ടുള്ള ഭാഗങ്ങളാണ്. ഇവിടെ നമ്മൾ സാധാരണഗതിയിൽ പഠിച്ച കാര്യങ്ങൾ മാത്രമല്ല, വളരെ ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ചോദിക്കാറുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസിനെ കുറിച്ച് വളരെ ആഴത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നമുക്ക് ഓരോന്നും എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ വരാറുണ്ട്. ഈ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോളിനെ കുറിച്ചൊക്കെ വളരെ ഡീപ്പായിട്ട് ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കാം. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, ഫസ്റ്റ് നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കൊണ്ടുവന്നത് ബ്രുഡ്ലാൻഡ് ലിപ്പ് റിപ്പോർട്ടാണ്. യുഎന്നിൻ്റെ ബ്രുഡ്ലാൻഡ് ലിപ്പാണ്. അതിനെക്കുറിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് മാത്രം ജസ്റ്റ് പറഞ്ഞിട്ട് നമുക്ക് നമ്മളെ ഭാഗത്തിലേക്ക് കടക്കാം. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ദാറ്റ് മീറ്റ് ദ നീഡ്സ് ഓഫ് ദ പ്രസൻറ്റ് ജനറേഷൻ വിത്തൗട്ട് കോംപ്രമൈസിങ് ദ എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ ടു മീറ്റ് ദെയർ നീഡ്സ്. നമുക്ക് നമ്മുടെ നീഡ്സ് നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻ്റെ നീഡ്സിന് തടസ്സമല്ലാത്ത രീതിയിൽ മീറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക, ഡെവലപ്മെൻറ്റ് എന്ന് പറയാം. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് കാരണം നമ്മൾ വരാൻ പോകുന്ന തലമുറയ്ക്ക് എന്തുണ്ടാകാൻ പാടില്ല, എഫക്റ്റ് ഉണ്ടാകാൻ പാടില്ല. അതിനെയാണ് എന്ത് പറയുക, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയാം. ഇങ്ങനെ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് യുഎന്നിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് സമ്മിറ്റുകളും പ്രോഗ്രാമുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട UN മുന്നോട്ട് വെച്ച 2 ഗോളുകളാണ്. ഒന്ന് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോളും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളും. മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ 2000 അത് രൂപീകരിച്ചത്. അത് 2015 വരെയായിരുന്നു. അതിൻ്റെ ഡെഡ് ലൈൻ 2015 ആയിരുന്നു. പിന്നെ 2015 അടുത്ത സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ വരികയും അത് 2030 അതിൻ്റെ ഡെഡ് ലൈൻ വരുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓരോ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മൾ എടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ചില കാര്യങ്ങൾ നോക്കിയാൽ ചില ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. ചിലത് ഡീപ്പായിട്ട് പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. ഓരോന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, UN ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോള് അത് അഡോപ്റ്റ് ചെയ്ത് യുണൈറ്റഡ് നേഷൻ ആണ്. ഏത് വർഷമാണ് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോള് കൊണ്ടുവന്നത്, അഡോപ്റ്റ് ചെയ്തത്? ഇവിടെ 4 വർഷങ്ങൾ പറയുന്നുണ്ട്. ഈ 4 വർഷവും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ 4 വർഷങ്ങൾ 4 വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1990, 2000, 2005, 2015. ഏത് വർഷമാണ് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ വന്നത് എന്നത് ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. ചില കാര്യങ്ങൾ നമുക്ക് ഇത് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. 2000 മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ വന്നത്. പക്ഷെ ഇവിടെ ഇത് വന്നത് അഡോപ്റ്റ് ചെയ്തത് 2020 കേട്ടോ. ഇതിൻ്റെ ഡെഡ് ലൈന് വരുന്നത് 2015. അപ്പോൾ 2015 പ്രധാനപ്പെട്ടതാണ്, 2000 പ്രധാനപ്പെട്ടതാണ്, 1900 പ്രധാനപ്പെട്ടതാണ്. 1900 ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ബേസ് ലൈൻ എന്ന് പറയുന്നത് 1900 ആണ്. കണക്കെടുക്കുന്നത് 1900 മുതൽ 2015 വരെയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഇതിൽ എന്തെങ്കിലും പോവർട്ടി ഇറാഡിക്കേഷൻ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനത്തിന് നമ്മൾ അതിൻ്റെ കണക്ക് നോക്കുന്ന സമയത്ത്, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പോവർട്ടി ആൻഡ് ഹങ്കർ, അതിൻ്റെ കഴിഞ്ഞ 1990 മുതലുള്ള കണക്ക് എടുത്തിട്ടാണ് എന്ത് ചെയ്യുക, ഇതിൻ്റെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ പരിശോധിക്കുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 1990, 2000, 2015 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇയർ തന്നെയാണ്.
അതിൽ ആൻസർ വരുന്നത് 2000 ആണ്. യുണൈറ്റഡ് നേഷൻ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോള് അത് അഡോപ്റ്റ് ചെയ്തത് 2000-ലാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ഒരുപാട് ക്വസ്റ്റ്യൻ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഡീപ്പും കൂടിയാണ്, ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ മെനി ഗോൾസ് ആൻഡ് ടാർഗറ്റ്സ് ആർ വേർ ഇൻക്ലൂഡഡ് ഇൻ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ? മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോളിൽ ഗോൾസും ഉണ്ട് ടാർഗറ്റ്സും ഉണ്ട്. എത്ര ഗോളുകളുണ്ട്, എത്ര ടാർഗറ്റുകളുണ്ട്? ഇത് പലപ്പോഴായിട്ട് ചോദിച്ചതാണ്. ഇതിൽ ചില ഗോളുകൾ, ഗോൾ 1 എന്താണ്, ഗോൾ 5 എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ ഇത് എത്ര എണ്ണം എന്ന് മാത്രം നിങ്ങൾ പഠിച്ചാൽ പോരാ, ഏതൊക്കെ ഗോളാണെന്ന് നിർബന്ധമായിട്ട് പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം. 8 ഗോള് 18 ടാർഗറ്റ്, 17 ഗോള് 169 ടാർഗറ്റ്, 10 ഗോള് 21 ടാർഗറ്റ്, അതുപോലെ തന്നെ 12 ഗോള് 24 ടാർഗറ്റ്. ഇങ്ങനെ 4 ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ആൻസർ വരുന്നത് ഫസ്റ്റാണ്. ഇത് സാധാരണഗതിയിൽ ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. കാരണം ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഒരു മിനിറ്റ്, ഇവിടെ താഴെ കണ്ടോ, 17 ഗോൾ ആൻഡ് 169 ടാർഗറ്റ്. ഈ 17 ഗോൾ ആൻഡ് 169 ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളിൻ്റെ ടാർഗറ്റാണ്. ഓക്കെ, ഇവിടെ നമ്മൾ രണ്ട് ഗോളുകൾ പറഞ്ഞല്ലോ, മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോളും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളും പറഞ്ഞു. മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോള് 8 ഗോളുകളും 18 ടാർഗറ്റുമാണ്. എന്നാൽ 2015 സ്റ്റാർട്ട് ചെയ്ത സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ 17 ഗോളും 169 ടാർഗറ്റുകളുമുണ്ട്. അപ്പോൾ ഇത് കൺഫ്യൂഷനായിട്ട് മാറിപ്പോകാൻ പാടില്ല. ഇങ്ങനെയാണ് നെറ്റ് എക്സാമിന് ചോദിക്കുമ്പോൾ എല്ലാ ഓപ്ഷനും എന്തെങ്കിലും ഒരു മീനിങ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 8 ഗോളും 18 ടാർഗറ്റും. ഏതൊക്കെയാണ് ഈ 8 ഗോളുകളും 18 ടാർഗറ്റ്സും എന്നത് ജസ്റ്റ് നമുക്ക് നോക്കാം. കാരണം ഇത് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നതാണ്. ഗോൾ 1, ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ. ഗോൾ 1 പറയുന്നത് ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എത്ര ഗോളുകളുണ്ട്, ക്വസ്റ്റ്യനിൽ പറഞ്ഞു 8 ഗോളുകളും 18 ടാർഗറ്റുകളും ഉണ്ട്. ഈ ഗോൾ 1-ൽ തന്നെ 2 ടാർഗറ്റ് വീതമുണ്ട്. ടാർഗറ്റ് 1, ടാർഗറ്റ് 2, അങ്ങനെ 2 എണ്ണം ഇതിൽ തന്നെ വരുന്നതാണ്. ഗോൾ 1 എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ. പോവർട്ടിയും വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ദാരിദ്ര്യവും ഹങ്കറും എടുത്തു കളയാം. ഇതിൻ്റെ കണക്ക് വരും, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 1990 മുതൽ 2015 വരെയാണ് ഇതിൻ്റെ കാലാവധി കണക്കാക്കുന്നത്. ഓക്കെ, ഇതിൽ 2 ടാർഗറ്റ് പറയുന്നുണ്ട്. ഫസ്റ്റ് ടാർഗറ്റ് പറയുന്നത് $1 കുറവ് ഇൻകമുള്ള ആളുകളുടെ എണ്ണം ഡെയിലി $1 ഇൻകമുള്ള ആൾക്കാരുടെ എണ്ണം പകുതിയാക്കുക. ഇതാണ് ടാർഗറ്റ് 1 എന്ന് പറയുന്നത്. ടാർഗറ്റ് 2 എന്ന് പറയുന്നത് ദാരിദ്ര്യമുള്ള ആളുകളുടെ മൊത്തം എണ്ണം നേർപകുതിയാക്കുക. ഇങ്ങനെ 2 ടാർഗറ്റുകളാണ് പോവർട്ടി ആൻഡ് ഹങ്കറിലുള്ളത്. ടാർഗറ്റ് 1 എന്ന് പറഞ്ഞാൽ $1 ഡെയിലി വരുമാനമുള്ള ആൾക്കാരുടെ എണ്ണം പകുതിയാക്കുക. രണ്ടാമത് ടോട്ടൽ ദാരിദ്ര്യം പകുതിയാക്കുക. അപ്പോൾ അത്ര ഡീപ്പായിട്ട് നോക്കിയില്ലെങ്കിലും ഗോള് 1 ഏതാണെന്ന് നിർബന്ധമായിട്ട് നോക്കി വെക്കുക. പോവർട്ടി ആൻഡ് ഹങ്കർ ആണ് ഗോൾ 1 എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ ഗോൾ നോക്കാം, ഗോൾ 2. യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇതിന് ഡെഡ് ലൈൻ 2015 നമ്മൾ നേരത്തെ പറഞ്ഞത്. 2015 ആകുമ്പോഴേക്ക്
ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തുല്യമായിട്ട് വിദ്യാഭ്യാസം, പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം പൂർണ്ണമായിട്ടും എത്തിക്കുക. ഇത് ടാർഗറ്റ് 3 ഇതിൽ ഉൾപ്പെടുന്നതാണ്. ടാർഗറ്റ് 3 എന്ന് പറഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. ഗോൾ 2ൽ ടാർഗറ്റ് 3 കംപ്ലീറ്റ് ഫുൾ കോഴ്സ് ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ ആണ് ഇതിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഗോൾ 2 നമ്മൾ പറഞ്ഞതാണ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ. ഇനി ഗോൾ 3 നമുക്ക് നോക്കാം. ഗോൾ 3 എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊമോട്ട് ജെൻഡർ ഇക്വിറ്റി ആൻഡ് എംപവർമെൻറ്റ് ഓഫ് വുമൺ. സ്ത്രീ ശാക്തീകരണവും ജെൻഡർ ഇക്വിറ്റി. ഇതിൽ ടാർഗറ്റ് 4 ഇതിലാണ് ഉൾപ്പെടുന്നത്. ടാർഗറ്റ് 4 ഇത് പറയുന്നത് വിദ്യാഭ്യാസ പ്രൈമറി ആൻഡ് സെക്കൻഡറി എഡ്യൂക്കേഷൻ മേഖലയിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുള്ള ഈ ഡിസ്ക്രിമിനേഷനും ഡിസ്പാരിറ്റിയും ജെൻഡർ ഡിസ്ക്രിമിനേഷനും ഒക്കെ എന്ത് ചെയ്യുക, മാറ്റുക. 2005 ഇതിൻ്റെ ടാർഗറ്റ്. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടില്ലായിരുന്നോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടിരുന്നു. അതിൽ 3 ഓപ്ഷൻസാണ് കൊടുത്തിരുന്നത്, 4 ഓപ്ഷനാണ് കൊടുത്തിരുന്നത്. ഒന്ന് 1999, 2000, 2005, 2015. ഈ 2005 ചില ഗോളുകളുടെ ടാർഗറ്റ് 2005 അപ്പോൾ ഈ 4ഉം ഈ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോളിൽ വരുന്ന വർഷം തന്നെയാണ് 2005. 2005 കൂടി ജെൻഡർ ഇക്വാലിറ്റി ഉറപ്പുവരുത്തണമെന്നാണ് ഈ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ പറയുന്നത്. ഇനി അടുത്ത് ഗോൾ 4. ഗോൾ 4 റെഡ്യൂസ് ചൈൽഡ് മോർട്ടാലിറ്റി. ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ് ഇത് ടാർഗറ്റ് 5. 2/3 അത് കുറക്കണം. ഇതിൻ്റെ കണക്ക് നേരത്തെ പറഞ്ഞ പോലെ 1990 മുതൽ 2015 വരെയാണ് ഇതിൻ്റെ കണക്കുകൾ നോക്കുന്നത്. 2/3 നിലവിലുള്ള ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ് കുറക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. നമ്മൾ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോളാണ് പറയുന്നത്. മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോള് ലോകത്തിലുള്ള UN-ൻ്റെ നേതൃത്വത്തിലാണ് ഇതെന്ത് ചെയ്ത് ഒപ്പുവെച്ചത്. ഇത് നോൺ ബൈൻഡിങ് ആണ്, അതായത് നിർബന്ധമല്ല. ഓരോ രാജ്യങ്ങൾക്കും നിർബന്ധമല്ല, അവർക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഏകദേശം 189 രാജ്യങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടാണ് ഈ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ സൈൻ ചെയ്തത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. UN ആണ്, UN-ൻ്റെ നേതൃത്വത്തിലാണിത് വന്നത്. ഇതിന് വേണ്ടിയിട്ട് ഓക്കെ, അതിനെക്കുറിച്ച് നമുക്ക് നേരത്തെ പറയാം. കുറച്ച് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരും, അപ്പോൾ ആ സമയത്ത് നമുക്ക് പറയാം. അപ്പോൾ ഇതിൽ ഇത്ര മനസ്സിലാക്കുക. ഈ നമ്മൾ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോളിൻ്റെ ഗോൾ 4 ആണ് പറഞ്ഞത്. ഇനി ഗോൾ 5 നോക്കാം. ഗോൾ 5 മെറ്റേണൽ ഹെൽത്ത്, ഇംപ്രൂവ് മെറ്റേണൽ ഹെൽത്ത്. മാതാവിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുക, മെറ്റേണൽ ഹെൽത്ത്. ഇതിൽ ടാർഗറ്റ് 6 ഇതിൽ വരുന്നതാണ്. ടാർഗറ്റ് 6 ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിലവിലുള്ള മാതൃമരണ നിരക്കിൻ്റെ അളവ് കുറക്കുക. മാതൃമരണ നിരക്കിൻ്റെ അളവ് 2/3 കുറക്കുക എന്നതാണ് ഈ ടാർഗറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് അച്ചീവ് ചെയ്യുക 2015 കൂടി എന്നും ഇതിൽ പറയുന്നുണ്ട്. ഇത് പ്രധാനപ്പെട്ടതാണ്. പിന്നെ അടുത്തത് ഗോൾ 6. ഗോൾ 6 രോഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. HIV, എയ്ഡ്സ്, മലേറിയ, അതുപോലെ തന്നെ മറ്റു ഡിസീസസ്. നേരെ 2015 ആവുമ്പോഴേക്ക് പ്രധാനപ്പെട്ട ലോകത്ത് മൊത്തം കാണപ്പെടുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളായ HIV, എയ്ഡ്സ്, മലേറിയ ഇങ്ങനെയുള്ള രോഗങ്ങൾ പകുതിയാക്കിയിട്ട് കുറക്കുക. ഇത് 2 ഉണ്ട്. ടാർഗറ്റ് 7 ഉണ്ട്, ടാർഗറ്റ് 8 ഉണ്ട്. ഇത് രണ്ടും ഇതിൽ ഉൾപ്പെടുന്നതാണ്. ടാർഗറ്റ് 7 ഫോക്കസ് ചെയ്യുന്നത് HIV, എയ്ഡ്സ് എന്നിവ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ടാർഗറ്റ് 8 ഫോക്കസ് ചെയ്യുന്നത്
മലേറിയ പോലുള്ള മറ്റ് രോഗങ്ങളുടെ നേർപകുതിയായിട്ട് കുറക്കുക എന്നുള്ളതാണ്. പിന്നെ അടുത്തത് ഗോൾ 7 എന്ന് പറഞ്ഞാൽ ഡെവലപ്പ് എ ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഫോർ ഡെവലപ്മെൻറ്റ്. ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഫോർ ഡെവലപ്മെൻറ്റ്. ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഫോർ ഡെവലപ്മെൻറ്റ്. ലോകരാജ്യങ്ങളുമായി എന്ത് ചെയ്യുക, ഡെവലപ്മെൻറ്റ് പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കുക. അതായത് റൂൾ ബേസ്ഡ് ആയ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള നോൺ ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം. അതായത് ലോകത്തിൽ ഒരുപാട് രാജ്യങ്ങളുണ്ടല്ലോ, ഡെവലപ്പിംഗ് രാജ്യങ്ങളുണ്ട്, ഡെവലപ്ഡ് രാജ്യങ്ങളുണ്ട്, അണ്ടർ ഡെവലപ്പിംഗ് രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് വാണിജ്യ കരാറുകളും ഒക്കെ നോൺ ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള കരാറുകളും ഉടമ്പടികളും ഒപ്പുവെക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഒരുപാട് ടാർഗറ്റ് ഇതിൽ വരുന്നുണ്ട്. ഇത് കുറച്ച് പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിൽ ടാർഗറ്റ് 12. ഇതിനു മുമ്പ് നമ്മൾ അതിനു മുമ്പ് ഗോൾ 7 അതിൻ്റെ ഇടയിൽ ഒന്ന് മിസ്സായിരുന്നു കേട്ടോ. ഇത് ഗോൾ 8 ആണ്. ഈ പറഞ്ഞത് ഗോൾ 8 ആയിരുന്നു. ഗോൾ 7 എൻവിയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി ആണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഗോൾ 8 ആണ്, എൻവിയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി. എൻവിയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ സുസ്ഥിര വികസനം, പാരിസ്ഥിതിക പ്രശ്നങ്ങളില്ലാത്ത രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക എന്നതാണ് ഗോൾ 7ൻ്റെ പ്രത്യേകത. ഇത് പ്രധാനപ്പെട്ടാണ്. ഈ ഗോൾ 7 ശരിക്കും പ്രധാനപ്പെട്ടത്. ഇടയ്ക്ക് ഇത് മാത്രമായിട്ട് ചോദിക്കാറുണ്ട്. പല പ്രാവശ്യം മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ 7 എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ്. അതുപോലെ തന്നെ വേറെ ഏതാണ്, ജെൻഡർ ഇക്വാലിറ്റി. ജെൻഡർ ഇക്വാലിറ്റീൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇത് മാത്രമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഗോൾ 3 എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇത് രണ്ടും കണ്ടിട്ടുണ്ട്. പിന്നെ അടുത്ത ഇതിൽ മെയിനായിട്ട് 3 ടാർഗറ്റുകളാണ് വരുന്നത്. എൻവിയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റിയിൽ 3 ടാർഗറ്റുകളാണ് വരുന്നത്. ടാർഗറ്റ് 9, ടാർഗറ്റ് 10, ടാർഗറ്റ് 11. ഇത് പ്രധാനമായിട്ട് എന്ത് ചെയ്യണം, ലോകരാജ്യങ്ങൾക്ക് എൻവിയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റിയുമായി ബന്ധപ്പെട്ട പോളിസികളും പ്രോഗ്രാമുകളും രൂപീകരിക്കാനുള്ള ഒരു ടാർഗറ്റാണ് ടാർഗറ്റ് 9 പറയുന്നത്. ഇന്ത്യയിലൊക്കെ ഒരുപാട് എൻവിയോൺമെൻറ്റൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പോളിസികളൊക്കെ ഇന്ത്യയിലുണ്ട്. അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. പിന്നെ ടാർഗറ്റ് 10 എന്ന് പറഞ്ഞാൽ സേഫ് ഡ്രിങ്കിങ് വാട്ടർ, ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, സസ്റ്റൈനബിൾ ആക്സസ് ഓഫ് സേഫ് ഡ്രിങ്കിങ് വാട്ടറും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും എത്തിക്കുക. ടാർഗറ്റ് 11 പറയുന്നത് സ്ലം ഡ്വല്ലേഴ്സിൻ്റെ ചേരിപ്രദേശങ്ങളിലുള്ള ഡെവലപ്മെൻറ്റ്. അങ്ങനെ 3 ടാർഗറ്റുകളാണ് ഇതിൽ വരുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ടാർഗറ്റ് 8 നോക്കാം. ഗോൾ 8 നമ്മൾ 8 ഗോളുകളാണല്ലോ പറഞ്ഞത്. 8ാമത്തെ ഗോൾ ഏതാണെന്ന് നോക്കാം. 8ാമത്തെ ഗോളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാർട്ട്ണർഷിപ്പ് ഫോർ ഡെവലപ്മെൻറ്റ്. ഇതിൽ ബാക്കിയുള്ള ടാർഗറ്റുകളൊക്കെ ഇതിലാണ് വരുന്നത്. ഫസ്റ്റ് ടാർഗറ്റ് 12 മുതൽ ടാർഗറ്റ് 18 വരെ ഇതിലാണ് വരുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട ടാർഗറ്റാണ്. ഇതിൽ മെയിനായിട്ട് വരുന്നത് എന്താണ്, ലോകരാജ്യങ്ങളുമായിട്ട് കരാറുകൾ ഏർപ്പെടുക. അതാണ് ടാർഗറ്റ് 12. ടാർഗറ്റ് 13 പറഞ്ഞാൽ എന്താണ്, അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളുണ്ടല്ലോ. 3 തരത്തിലുള്ള രാജ്യങ്ങളുണ്ട്. അണ്ടർ ഡെവലപ്ഡ് രാജ്യങ്ങൾ, ഡെവലപ്പിംഗ് രാജ്യങ്ങൾ, ഡെവലപ്ഡ് രാജ്യങ്ങൾ. അണ്ടർ ഡെവലപ്ഡ് രാജ്യങ്ങൾ അല്ലെങ്കിൽ ലീസ്റ്റ് ഡെവലപ്ഡ് രാജ്യങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് ചെയ്യുക, സാക്ഷാത്കരിക്കുക, അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. ടാർഗറ്റ് 14 പറയുന്നത് ലാൻഡ് ലോക്ക്ഡ് രാജ്യങ്ങളുണ്ടാവും. ചില രാജ്യങ്ങൾക്ക് കടലുണ്ടായിരിക്കില്ല. ഇപ്പോൾ ഭൂട്ടാൻ അതുപോലുള്ള ചില രാജ്യങ്ങൾ ലാൻഡ് ലോക്ക്ഡ് കൺട്രീസ് ഉണ്ടായിരിക്കും. അവരെ ചുറ്റും വേറെ കുറേ രാജ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അവർക്ക് കടലുമായി ആക്സസ് ഉണ്ടായിരിക്കില്ല. അവരെ പ്രശ്നങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യുക. പിന്നെ അതുപോലെ ടാർഗറ്റ് 15 എന്ന് പറഞ്ഞാൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളുടെ കടവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക. ടാർഗറ്റ് 16 വരുന്നത്
ഡെവലപ്പിംഗ് രാജ്യങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കുക. അതുപോലെ 17 പറയുന്നത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസുമായിട്ട് സഹകരിച്ചുകൊണ്ട് എസെൻഷ്യൽ ഡ്രഗ്സ്, എസെൻഷ്യലായിട്ടുള്ള രോഗങ്ങളുടെ മരുന്നുകൾ ഡെവലപ്പിംഗ് രാജ്യങ്ങളിലേക്ക് എത്തിക്കുക. അതുപോലെ ടാർഗറ്റ് 18 പറയുന്നത് ടെക്നോളജി, ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ പ്രൈവറ്റ് സെക്ടറിൻ്റെ സഹായത്തോടു കൂടി ആളുകളിലേക്ക് എത്തിക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ നമ്മൾ പറഞ്ഞത് 8 ഗോളുകളും 18 ടാർഗറ്റുകളുമാണ്. ഇവിടെ നമ്മൾ വർഷങ്ങൾ പറഞ്ഞത് 3 വർഷങ്ങൾ പറഞ്ഞല്ലോ, 4 വർഷങ്ങളുണ്ട്. ഈ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ 2000-ലാണ് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ നിലവിൽ വന്നത്. അതുകൊണ്ട് 2000 പ്രധാനപ്പെട്ട വർഷമാണ്. അതോടൊപ്പം തന്നെ 2015 അതിൻ്റെ ഫൈനൽ ഇയർ, ടാർഗറ്റ് ഇയർ. അപ്പോൾ 2015 പ്രധാനപ്പെട്ട വർഷമാണ്. ഇതിൻ്റെ ബേസ് ലൈനായിട്ട് കണക്കാക്കുന്നത്, കണക്കെടുക്കുമ്പോൾ ബേസ് ലൈനായിട്ട് കണക്കാക്കുന്നത് 1990 അതുകൊണ്ട് ഇതും പ്രധാനപ്പെട്ടതാണ്. ചില ടാർഗറ്റുകളുടെ ടാർഗറ്റ് ഇയർ, ഫൈനൽ ഇയർ എന്ന് പറഞ്ഞാൽ 2005 അതുകൊണ്ട് 2005 ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് 8 ഗോളുകളും 18 ടാർഗറ്റുകളും ഡിസ്കസ് ചെയ്തു. ഇനി ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം, മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് നോട്ട് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ? താഴെ പറയുന്നത് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ അല്ലാത്തത് ഏതാണ്? അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ ഇത് നമ്മൾ 8 പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. നമുക്ക് നോക്കാം, ഈ 4 ഓപ്ഷൻസ് ഒന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് കിട്ടുമെന്ന് നോക്കാം. എറാഡിക് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ, യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ, എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി, ടേക്ക് അർജൻറ്റ് ആക്ഷൻ ടു ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ്. നമ്മളിവിടെ 8 അല്ലേ പറഞ്ഞത്, ഏതൊക്കെയാണ് 8? പോവർട്ടി ആൻഡ് ഹങ്കർ, യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ, ജെൻഡർ ഇക്വിറ്റി ആൻഡ് എംപവർമെൻറ്റ് ഓഫ് വുമൺ, ചൈൽഡ് മോർട്ടാലിറ്റി, മെറ്റേണൽ മോർട്ടാലിറ്റി, HIV എയ്ഡ്സ്, മലേറിയ ആൻഡ് അതർ ഡിസീസ്, എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി, ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ്. ഇതിൽ ഏതാണ് മിസ്സിങ്? ആരാ പറയാം? ഇതിൻ്റെ ആൻസർ എന്താണ്? ക്വസ്റ്റ്യൻ 3യുടെ ആൻസർ എന്താണ്? ആർക്കാ പറയാൻ കഴിയാം? പോവർട്ടി ആൻഡ് ഹങ്കർ അല്ല, കാരണം അത് ഓൾറെഡി മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോളുണ്ട്. യെസ്, ഡി ആണ്. ഡി അല്ലേ, ക്ലൈമറ്റ് ചേഞ്ച്. ബാക്കിയുള്ളത് 3 എന്തിലുണ്ട്? നമ്മളെ ഡെവലപ്മെൻറ്റ് ഗോൾ, മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോളുണ്ട്. പ്രൈമറി എഡ്യൂക്കേഷൻ ഉണ്ട്, എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി ഉണ്ട്, ക്ലൈമറ്റ് ചേഞ്ച് ഇല്ല. ഈ 8 പഠിച്ചാൽ മാത്രമേ ഇതിൻ്റെ ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ പറയണം. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളാണ്, നമുക്ക് അടുത്ത് പറയാം. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോള് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ അവസാനിച്ചത് 2015. ഇതിന് ശേഷം UN-ൻ്റെ നേതൃത്വത്തിൽ ഒരുമിച്ച് കൂടിയിട്ട് പുതിയൊരു ഗോൾ സെറ്റ് ചെയ്തതാണിത്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ എന്ന് പറയുന്നത്. ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോള് എന്ന് പറഞ്ഞാൽ 17 ഗോളുകളും 169 അസോസിയേറ്റഡ് ടാർഗറ്റുകളും ഇതിലുണ്ട്. അപ്പോൾ എത്രയാണ്? 17 ഗോളുകളും 169 ടാർഗറ്റുകളും ഇതിലുണ്ട്. ഈ 169 പഠിക്കേണ്ട, പക്ഷേ ഈ 17 ഗോളുകൾ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ഇതിൻ്റെ അച്ചീവ്ഡ് വിച്ച് ഈസ്, ഇതിൻ്റെ ഫൈനൽ ഇയർ ഏത് വർഷമാണ്? 2030 ഇതിൻ്റെ ഫൈനൽ ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്, നമുക്ക് ഈ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോളുകൾ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളുകൾ ഏതൊക്കെയാണ് നമുക്ക് ഉദ്ദേശിച്ചൊന്ന് നോക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞത് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോളുകളാണ് കേട്ടോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 2000 ആരംഭിച്ചിട്ട് 2015 വരെയാണ് ഇതിൻ്റെ കാലാവധി. ആ കാലാവധി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാലാവധി കഴിഞ്ഞപ്പോൾ 2015 UN ഒരുമിച്ച് കൂടിയിട്ടാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളുകൾ എഗ്രി ചെയ്തത്. ഇതിൽ 17 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളുകളാണുള്ളത്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1, നോ പോവർട്ടി. മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ 15 വർഷത്തെ ഗോളായിരുന്നു. അത് ഒരിക്കലും പോവർട്ടി റാഡിക്കേഷന് പോസിബിൾ ആയില്ല. 15 വർഷം കൊണ്ട് ലോകത്തുള്ള ദാരിദ്ര്യമൊന്നും നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട്
അടുത്ത ടാർഗറ്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളിൻ്റെ അടുത്ത ടാർഗറ്റിൽ നോ പോവർട്ടി എന്ന ടാർഗറ്റ് വെച്ചു. രണ്ടാമത് സീറോ ഹങ്കർ. കഴിഞ്ഞ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോളിൽ പോവർട്ടിയും ഹങ്കറും ഒരുമിച്ചാണ് പറഞ്ഞിരുന്നത്. ഇവിടെ പോവർട്ടിയും ഹങ്കറും രണ്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. പോവർട്ടി പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ദാരിദ്ര്യം എന്ത് ചെയ്യുക, തുടച്ച് നീർക്കുക, ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും ദാരിദ്ര്യം ഇല്ലാതാക്കുക. ഹങ്കർ എന്ന് പറഞ്ഞാൽ ഫുഡ് സെക്യൂരിറ്റിയാണ്. ഫുഡ് സെക്യൂരിറ്റി ഉറപ്പുവരുത്താം, ന്യൂട്രീഷൻ ഉറപ്പുവരുത്താം, ഓരോ ആൾക്കാർക്കും ഭക്ഷണം ഉറപ്പുവരുത്താം, ഫുഡ് സെക്യൂരിറ്റി ഉറപ്പുവരുത്താം, ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. മൂന്നാമതായിട്ട് വരുന്നത് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. എല്ലാവരുടെയും ആരോഗ്യവും വെൽഫെയറും ഉറപ്പുവരുത്തുക എന്നതാണ് മൂന്നാമത്തെ ടാർഗറ്റ്. ഇനി നാലാമത്തെ ടാർഗറ്റ് നോക്കാം. ടാർഗറ്റ് 4 ക്വാളിറ്റി എഡ്യൂക്കേഷൻ. ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ. നമ്മൾ നേരത്തെ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോളിലും എഡ്യൂക്കേഷൻ പറഞ്ഞിരുന്നു. ഇവിടെയും എന്തുണ്ട്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ എല്ലാവർക്കും ഉറപ്പുവരുത്താം. പിന്നെ അഞ്ചാമത്തത് ജെൻഡർ ഇക്വാലിറ്റി. ജെൻഡർ ഇക്വാലിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. സസ്റ്റൈനബിൾ ഡെവലപ്പ്, ഈ ജെൻഡർ ഇക്വാലിറ്റി ഒരിക്കൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ 5 എന്താണെന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു മുമ്പ് ഇവിടെ കണ്ടിട്ടുണ്ട്. അതുപോലെ ഈ 17 കാണാതെ പഠിക്കണം. അതിൽ ഏതെങ്കിലും ഒന്ന് എടുത്ത് ചോദിക്കാറുണ്ട്. ജെൻഡർ ഇക്വാലിറ്റി, സ്ത്രീകൾക്കും വുമൺസിനും ഗേൾസിനും ഒക്കെ എന്ത് ചെയ്യുക, ഈക്വൽ എംപവർമെൻറ്റ് കൊടുക്കുക, ജെൻഡർ ഇക്വാലിറ്റി ഉറപ്പുവരുത്തുക എന്നൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ആറാമത്തത് ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ. ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ. വെള്ളം എല്ലാവർക്കും അവൈലബിൾ ആക്കുക. എല്ലാവർക്കും വെള്ളത്തിന് സസ്റ്റൈനബിൾ ആയിട്ടുള്ള വെള്ളം എത്തിക്കാം. എല്ലാവർക്കും വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി കൊടുക്കുക. ഡ്രിങ്കിങ് വാട്ടർ മാത്രമല്ല, കുളിക്കുന്നതിനും എല്ലാ സൗകര്യത്തിനുമുള്ള വെള്ളം ഉറപ്പുവരുത്തുക എന്നുള്ളത് ഇതിൽ വരുന്നതാണ്. കുടിവെള്ളം മാത്രമല്ല, കുടിവെള്ളം വരുന്നുണ്ട്. പിന്നെ അടുത്ത് അഫോർഡബിൾ ക്ലീൻ എനർജി. 7 ക്ലീൻ എനർജി, അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി. അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി. നമുക്ക് സസ്റ്റൈനബിൾ എനർജി എല്ലാവരിലേക്കും എത്തിക്കാം. അത് ഇനി സൗരോർജ്ജം മാത്രമല്ല, എല്ലാ തരത്തിലുള്ള എനർജി അഫോർഡബിൾ ആയ രീതിയിൽ കുറഞ്ഞ പൈസയ്ക്ക് ക്ലീൻ എനർജി ആളുകളിലേക്ക് എത്തിക്കാം. അത് ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. പിന്നെ 8 ഡീസൻറ്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്. ഡീസൻറ്റ് വർക്ക്, എക്കണോമിക് ഗ്രോത്ത്. എല്ലാവർക്കും നല്ല തൊഴിലവസരം ഉറപ്പുവരുത്താം, സാമ്പത്തിക വളർച്ച കൊണ്ടുവരിക. ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. എല്ലാവർക്കും തൊഴിലവസരം ഉറപ്പുവരുത്തുക, അതിലൂടെ എല്ലാവർക്കും ജോലി കിട്ടും, അതിലൂടെ രാജ്യത്തിനും വ്യക്തികൾക്കും എന്തുണ്ടാവും, എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോൾ 8 വരുന്നത്. ഇനി 9 നമുക്ക് നോക്കാം. 9 ഇൻഡസ്ട്രി, ഇന്നൊവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. ഇൻഫ്രാസ്ട്രക്ചർ, ഇൻഡസ്ട്രി, ഇന്നൊവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. അതായത് എക്കണോമിക് ഡെവലപ്മെൻറ്റിന് പ്രാധാന്യം നൽകുക, വ്യവസായ മേഖലയ്ക്ക് പ്രാധാന്യം നൽകുക, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാം. പിന്നെ 10 വരുന്നത് ഇനീക്വാലിറ്റീസ് റെഡ്യൂസ് ചെയ്യാം. റെഡ്യൂസ് ഇനീക്വാലിറ്റി. നേരത്തെ നമ്മൾ ജെൻഡർ ഇക്വാലിറ്റി പറഞ്ഞല്ലോ. ഇവിടെ ജെൻഡർ ബേസ്ഡ് ഇക്വാലിറ്റി മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇവിടെ ഒന്നിച്ച് എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് ഫോക്കസ് ചെയ്യുന്നുണ്ട്. റെഡ്യൂസ് ഇനീക്വാലിറ്റി എന്ന് പറഞ്ഞാൽ രാജ്യങ്ങൾ തമ്മിലുള്ള അസമത്വം, വ്യക്തികൾ തമ്മിലുള്ള അസമത്വം, ജാതിയുടെ ബേസിലായിട്ടുള്ള അസമത്വം, അങ്ങനെ മതപരമായിട്ടുള്ള അസമത്വം, എല്ലാ ഇനീക്വാലിറ്റിയും കുറക്കുക എന്നുള്ളതാണ് ഇതിൽ വരുന്നത്. അടുത്തത് കഴിഞ്ഞിട്ട് 11 സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. സസ്റ്റൈനബിൾ
സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. നഗരങ്ങളുടെ സിറ്റീസ് സേഫ് ആക്കുക, സസ്റ്റൈനബിൾ ആക്കുക. ഏത് സമയത്തും ആളുകൾക്ക് പോവാനും വരാനുള്ള സൗകര്യം ഒരുക്കുക, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക, സസ്റ്റൈനബിൾ ആയിട്ടുള്ള സുസ്ഥിരമായിട്ടുള്ള സസ്റ്റൈനബിൾ എന്ന് പറഞ്ഞ വാക്ക് ഇടക്കിടക്ക് കേൾക്കുന്നുണ്ടാവും അല്ലേ. സസ്റ്റൈനബിളിൻ്റെ ഡെഫിനിഷൻ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും. ഫ്യൂച്ചർ ജനറേഷൻ എഫക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഡെവലപ്മെൻറ്റാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയാം. ഈ സിറ്റികളിൽ വികസനം കൊണ്ടുവരിക, എന്നാൽ ഈ വികസനം എന്താകാൻ പാടില്ല, വരാൻ പോകുന്ന തലമുറയെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള വികസനം സിറ്റികളിൽ കൊണ്ടുവരിക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തത് 12, റെസ്പോൺസിബിൾ കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷൻ. റെസ്പോൺസിബിൾ കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷൻ. ഉപയോഗവും റെസ്പോൺസിബിളായ രീതിയിൽ ഉപയോഗവും ഉൽപ്പാദനവും. നമുക്കറിയാം നമ്മളെ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കുന്നത് കാരണം സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഫ്യൂച്ചർ ജനറേഷൻ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യുക, ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യാം. ഉദാഹരണമായിട്ട് പെട്രോളിയം എടുക്കാം, അല്ലെങ്കിൽ കൽക്കരി എടുക്കാം. കൽക്കരി നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതും ഉപയോഗിക്കുന്നതും നമ്മൾ ഫ്യൂച്ചർ ജനറേഷനെ കൺസിഡർ ചെയ്തുകൊണ്ട് ആയിരിക്കണം. നമ്മൾ റെസ്പോൺസിബിൾ ആയിരിക്കണം. അതായത് കുറേ പെട്രോളിയം ഉൽപ്പന്നങ്ങളൊക്കെ അമിതമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചർ ജനറേഷൻ അത് എഫക്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ റെസ്പോൺസിബിളായ രീതിയിലുള്ള കൺസംഷനും അതുപോലെ തന്നെ പ്രൊഡക്ഷനും, ഉപയോഗവും ഉൽപ്പാദനവും. അടുത്ത 13 പറയുന്നത് ക്ലൈമറ്റ് ആക്ഷൻ. ക്ലൈമറ്റ് ചേഞ്ചിനെതിരെ എന്ത് ചെയ്യാം, ക്ലൈമറ്റ് ചേഞ്ചിനെ ഫോക്കസ് ചെയ്യാം. ഈ കാലഘട്ടത്തിൽ പ്രധാനമായിട്ട് ഒരുപാട് ക്ലൈമറ്റ് ചേഞ്ച് ഇഷ്യൂസൊക്കെ വരുന്നുണ്ട്. നമുക്ക് അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഇനി പഠിക്കാം. ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട ഇഷ്യൂസൊക്കെ നമുക്ക് നോക്കാം. ഇതിനെന്ത് ചെയ്യുക, ഇല്ലാതാക്കുക. അതിന് വേണ്ടിയിട്ട് കുറേ സമ്മിറ്റുകളൊക്കെ പറയുന്നുണ്ട്. ഈ യൂണിറ്റിൽ തന്നെ പറയുന്നത് നമുക്ക് പിന്നീട് വരുന്ന ക്ലാസ്സുകളിൽ അത് ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം. 14, അടുത്ത 14 14 ലൈഫ് ബിലോ വാട്ടർ. വെള്ളത്തിനടിയിലുള്ള സാധനങ്ങളുണ്ടല്ലോ, കടലാണെങ്കിലും സമുദ്രമാണെങ്കിലും പുഴയാണെങ്കിലും അതുപോലെ തന്നെ കുളങ്ങളാണെങ്കിലും അതിലൊക്കെ ജീവിക്കുന്ന കുറേ ജീവികളുണ്ട്. മത്സ്യങ്ങൾ മാത്രമല്ല, പലതരത്തിലുള്ള സാധനങ്ങൾ എന്തുണ്ട്, വെള്ളത്തിനടിയിലുണ്ട്. ഇതിനൊക്കെ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളതാണ് 14ാമത്തെ ഗോള്. 15 പറയുന്നത് ലൈഫ് ഓൺ ലാൻഡ്. ലൈഫ് ഓൺ ലാൻഡ്. ഭൂമിയുടെ പുറത്തുള്ള കരയിലുള്ള ജീവജാലങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, സ്റ്റോർ ചെയ്യുക, സംരക്ഷിക്കുക. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന പല വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളും നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ സൈലൻറ്റ് വാലിയിലാണെങ്കിൽ സിംഹവാലൻ, കുരങ്ങ്, അതുപോലെ പലതരത്തിലുള്ള പക്ഷികൾ, ജീവജാലങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വംശനാശ ഭീഷണി നേരിടുന്നുണ്ട്. ഇത്തരം ജീവജാലങ്ങൾ എന്ത് ചെയ്യുക, സംരക്ഷിക്കുക. ഭൂമിയിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക. ഓക്കെ, അതിന് വേണ്ടിയിട്ടൊക്കെ ഓരോ നിയമങ്ങൾ ഇന്ത്യൻ ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇവിടെ നമ്മൾ ഈ ടേം മാത്രം പറഞ്ഞു പോവാം. 16 പീസ്, ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. പീസ്, ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എന്താണ്, എല്ലാ ആൾക്കാരെയും ഉൾപ്പെടുത്തിയിട്ടുള്ള നീതിയുക്തമായ സമാധാനപരമായിട്ടുള്ള ഭരണ സംവിധാനം സൊസൈറ്റിയിൽ കൊണ്ടുവരാം. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവിടെ ഉണ്ട്. ഗവൺമെൻറ് എന്തുണ്ട്, ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വ്യത്യസ്ത തരത്തിലുള്ള സ്ഥാപനങ്ങളുണ്ട്. സ്ഥാപനങ്ങൾ പറഞ്ഞാൽ ബിൽഡിംഗ് അല്ല, ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. അതെന്ത് ചെയ്യാം, എല്ലാവരെയും തുല്യമായ രീതിയിൽ പരിഗണിക്കുന്ന സമാധാനപരമായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷനാക്കുക. ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാവരെയും തുല്യമായിട്ട് പരിഗണിക്കുക. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എല്ലാവരെയും തുല്യമായിട്ട് പരിഗണിക്കുക. എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ എല്ലാവരെയും തുല്യമായിട്ട് പരിഗണിക്കുക. ജസ്റ്റിസ് ഉറപ്പുവരുത്തുക. പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിലും അതുപോലെ തന്നെ ഉറപ്പുവരുത്താം. ഇനി അടുത്തത് 17 17 പാർട്ട്ണർഷിപ്പ് ഫോർ ദ ഗോൾസ്. പാർട്ട്ണർഷിപ്പ് ഫോർ ദ ഗോൾസ്. ഇപ്പോൾ നമ്മൾ 16 ഗോളുകൾ പറഞ്ഞല്ലോ. ഈ 16 ഗോളുകൾ
അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോകരാജ്യങ്ങളുമായിട്ട് പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ 17 ഗോളുകൾ പറഞ്ഞു. ഈ 17 ഗോളുകളും പ്രധാനപ്പെട്ട ഗോളുകളാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞല്ലോ. ഇപ്പം ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളുകളാണ് പറഞ്ഞത്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നേക്കാം. സസ്റ്റൈനബിൾ ഗോൾ നമ്പർ 4 താഴെ പറയുന്നതിൽ ഏതാണ്? ഇത് മുമ്പ് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോള് 4 എന്ന് പറഞ്ഞാൽ ഏതാണ്? അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. 1 പോവർട്ടി, നോ പോവർട്ടി, 2 സീറോ ഹങ്കർ, 3 ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, 4 എഡ്യൂക്കേഷൻ, 5 ജെൻഡർ ഇക്വാലിറ്റി, 6 വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, പിന്നെ 7 അഫോർഡബിൾ ക്ലീൻ എനർജി, അതുപോലെ തന്നെ 8 ഡീസൻറ്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്, 9 ഇൻഡസ്ട്രി ഇന്നൊവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, 10 റെഡ്യൂസ് ഇനീക്വാലിറ്റി, 11 സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്, 12 റെസ്പോൺസിബിൾ കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷൻ, 14 ക്ലൈമറ്റ് ചേഞ്ചുമായി ക്ലൈമറ്റ് ആക്ഷൻ, ലൈഫ് ബിലോ വാട്ടർ ആണ് 14, 15 ലൈഫ് ഓൺ ലാൻഡ്, പീസ് ആൻഡ് ജസ്റ്റിസ്, ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻ 16, പാർട്ട്ണർഷിപ്പ് 17. ക്വസ്റ്റ്യൻ എന്താണ്? 4ാമത്തതാണ് ചോദിക്കുന്നത്. ഗോൾ നമ്പർ 4 ഏതാണ്? അപ്പോൾ നമുക്കിതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ 4 ഓപ്ഷൻസാണ് കൊടുത്തുള്ളത്. 1 ജെൻഡർ ഇക്വാലിറ്റി, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, അഫോർഡബിൾ ക്ലീൻ എനർജി. നെറ്റ് ചോദിക്കുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിലാവും ഈ 4 എണ്ണവും ഈ 4 ഓപ്ഷനും ഈ ഗോളിലുള്ളത് തന്നെയാണ്. PSCക്കൊക്കെ ചോദിക്കണ പോലെ ഈ ഗോളിലില്ലാത്ത ഏതെങ്കിലും ഒന്നും തന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കില്ല. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? ആരാ പറയാം? യെസ്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഇത് കൺഫ്യൂസിങ് ആയിട്ടുള്ള, ഇത് പെട്ടെന്ന് നമുക്കിത് കണ്ടെത്താൻ കഴിയില്ല. ഇപ്പോൾ നമ്മൾ ഈ 17 പറഞ്ഞതുകൊണ്ടാണ് മനസ്സിലായത്. ഇത് കാണാതെ പഠിച്ചു പോയില്ലെങ്കിൽ ഈ മാർക്ക് നമുക്ക് മിസ്സാവും. ഇതൊക്കെ എല്ലാം നമുക്ക് ശരിയാണെന്ന് തോന്നും, കാരണം എല്ലാം ശരിയാണ്, ഇതിൽ വരുന്നത് തന്നെയാണ്. പക്ഷേ 4ാമത്തത് ഏതാണെന്ന് നമുക്ക് പെട്ടെന്ന് കിട്ടിക്കോണമെന്നില്ല. ഇനി അടുത്ത ടോപ്പിക്ക് നമുക്ക് പോകാം. ദ കൺസെപ്റ്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വാസ് ഫസ്റ്റ് ഫോർമലി ഡിഫൈൻഡ് ബൈ. ആരാണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആദ്യം കൊണ്ടുവന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത് ബ്രുട്ട്ലാൻഡ് റിപ്പോർട്ട് ആണ്, ബ്രുട്ട്ലാൻഡ് കമ്മീഷനാണ്. 4 ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. IPCC അസസ്മെൻറ്റ് റിപ്പോർട്ട്, ബ്രുട്ട്ലാൻഡ് കമ്മീഷൻ റിപ്പോർട്ട്, ക്യോട്ടോ പ്രോട്ടോക്കോള്, അജണ്ട 21 ഡോക്യുമെൻറ്റ്. ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് സാധനം ഇവിടെ എഴുതി വെച്ചതാണ് കേട്ടോ. ക്വസ്റ്റ്യനിൽ ഇങ്ങനെ അവർ കോമൺ ഫ്യൂച്ചർ എന്ന് പറഞ്ഞ് വരാറില്ല, ബ്രുട്ട്ലാൻഡ് റിപ്പോർട്ട് എന്ന് മാത്രമേ വരാറുള്ളൂ. നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഇതിന് ആൻസർ ബ്രുട്ട്ലാൻഡ് കമ്മീഷൻ റിപ്പോർട്ടാണ്. ഈ ബ്രുട്ട്ലാൻഡ് കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞിരുന്നു. ഓക്കെ, ഇവിടെ പറഞ്ഞു ബ്രുട്ട്ലാൻഡ് കമ്മീഷൻ റിപ്പോർട്ട്. അവർ കോമൺ ഫ്യൂച്ചർ എന്നാണ് ഈ റിപ്പോർട്ടിൻ്റെ പേര്. അവർ കോമൺ ഫ്യൂച്ചർ 1987 ഈ ബ്രുട്ട്ലാൻഡ് റിപ്പോർട്ട് വന്നത്. UN വേൾഡ് കമ്മീഷൻ ഓൺ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റിലാണ് ഈ റിപ്പോർട്ട് എന്ത് ചെയ്തത്, ഈ റിപ്പോർട്ട് കൊണ്ടുവന്നത് ഇവരാണ്. 1987 ഇത് വന്നത്. ഇത് പറയുന്നത്, ഇതിൻ്റെ ഡെഫിനിഷനാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഡെവലപ്മെൻറ്റ് ദാറ്റ് മീറ്റ് ദ നീഡ് ഫോർ പ്രസൻറ്റ് ജനറേഷൻ വിത്തൗട്ട് കോംപ്രമൈസിങ് ദ എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ ടു ദെയർ ഓൺ നീഡ്സ്. അത് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ നീ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം, പക്ഷേ നമ്മൾ ഫ്യൂച്ചർ ജനറേഷന്, വരാൻ പോകുന്ന ജനറേഷൻ അത് എഫക്റ്റ് ചെയ്യാൻ പാടില്ല എന്നതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇത് അത്ര ഈസി ആയിട്ട് ആൻസർക്ക് എത്താൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഇത് കുറച്ചും കൂടെ ഗ്രീൻ ഹൗസ് ഗ്യാസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രീൻ ഹൗസ് ഗ്യാസ് ഈസ് പ്രൈമറി റിലീസ്ഡ് ത്രൂ ആന്ത്രോപോജനിക് ആക്ടിവിറ്റി. ആന്ത്രോപോജനിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആന്ത്രോപോളജി എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ, അല്ലെങ്കിൽ ആന്ത്രോ എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ് അർത്ഥം. ഓക്കെ, ആന്ത്രോപോളജി മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ കാരണം റിലീസ് ചെയ്യുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏതൊക്കെയാണ്? പ്രധാനമായിട്ടും നമുക്ക്
എന്താ പാടത്ത് നെല്ല് കൃഷി ചെയ്യുന്ന സമയത്ത്, അതുപോലെ ജീവജാലങ്ങളുടെ എന്താ ദഹനവുമായി, ജീവജാലങ്ങൾ കാറ്റിൽസ്, പശു, ആടൊക്കെ ദഹന പ്രക്രിയയുമായി ബന്ധപ്പെട്ടൊക്കെ റിലീസ് ചെയ്യുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏതൊക്കെയാണ്? ഇത് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇത് 4 ഗ്രീൻ ഹൗസ് ഗ്യാസസ് തന്നെയാണ്. അതിൽ ഏതോ ഒന്ന് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട, മനുഷ്യൻ്റെ ചുറ്റുപാടുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട റിലീസ് ചെയ്യുന്ന ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ഉണ്ട്. അതേതാണെന്ന് നോക്കാം. ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡാണ്, നൈട്രസ് ഓക്സൈഡാണ്, മീതെയിനാണ്, ക്ലോറോ ഫ്ലോറോ കാർബണാണ്. ക്ലോറോ ഫ്ലോറോ കാർബൺ ഏതായാലും അല്ല, കാർബൺ ഡൈ ഓക്സൈഡും അല്ല, നൈട്രസും അല്ല, മീതെയിനാണ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ. സാധാരണഗതിയിൽ നമ്മൾ ഈ വെള്ളപ്പാടങ്ങളൊക്കെ, വയലുകളൊക്കെ എന്താണ് ഫ്ലഡ് ആവുന്ന സമയത്ത്, വെള്ളപ്പൊക്കമൊക്കെ വരുന്ന സമയത്ത് ഈ നെല്ലുകളൊക്കെ നശിച്ചു പോകും. അങ്ങനെയുള്ള സമയത്ത് ഇതിൽ നിന്ന് മീതെയിൻ പ്രൊഡ്യൂസിങ് ബാക്ടീരിയാസ് വരും. അതായത് ഈ നെല്ലുകളിലൊക്കെ പ്രത്യേക തരം ബാക്ടീരിയ വന്നിട്ട് അത് മീതെയിൻ പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഈ നമ്മളെ പശു, ആട് പോലുള്ള ജീവജാലങ്ങൾ ദഹിക്കുന്ന സമയത്ത് അവർ ദഹന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് അവരിൽ നിന്ന് റിലീസ് ചെയ്യുന്നൊരു ഇതാണ് വാതകം കൂടിയാണെന്ത്, മീതെയിൻ എന്ന് പറഞ്ഞ വാതകം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നമ്മൾ നേരത്തെ സസ്റ്റൈനബിൾ, ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. ഇതൊരു പ്രധാനപ്പെട്ട നെറ്റിന് വന്ന ഒരു ക്വസ്റ്റ്യനാണ് ലൈഫ് ബിലോ വാട്ടർ. ഇത് ലൈഫ് ബിലോ വാട്ടർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളിൽ ലൈഫ് ബിലോ വാട്ടറാണ്. അത് ഏതിലാണ്, എത്രാമത്തെ ഗോളാണ്? 13 14 15 16? ഇത് നമുക്ക് 14. ഓക്കെ, ഇത് വളരെ നമുക്ക് പെട്ടെന്ന്, ഇപ്പോൾ നമ്മളത് ഡിസ്കസ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് മനസ്സിലായി 14 പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ. ആദ്യം പറഞ്ഞത് ലൈഫ് ബിലോ വാട്ടർ ആണോ, ലൈഫ് ഓൺ ലാൻഡ് ആണോ, ഇനി 13 14 11 എന്നൊക്കെ കൺഫ്യൂഷൻ വരും. ഇത് കുറച്ച് ടഫ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മളത് പറഞ്ഞതുകൊണ്ട് ഈസിയാണ്, പക്ഷേ ഇത് ഒരു ടഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. നമ്മൾ ജസ്റ്റ് ഓടിച്ച് വായിച്ച് പോയി കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിലേക്ക് എത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യണം എന്ന് പറയുന്നത്. ഇവിടെ 4 ഓപ്ഷൻസ് പറയുന്നുണ്ട്: 13, 14, 15, 16. 13 എന്താ പറയുന്നത് നമുക്ക് നോക്കാം. 13 എന്താണ്? ക്ലൈമറ്റ് ആക്ഷനാണ്. 14 എന്താണ്? ലൈഫ് ബിലോ വാട്ടറാണ്. 15 ലൈഫ് ഓൺ ലാൻഡാണ്. 16 പീസ്, ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ക്വസ്റ്റ്യൻ പഠിക്കുന്ന സമയത്ത്, എക്സാമിന് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുന്ന സമയത്ത് ലൈഫ് ബിലോ വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മാത്രം നോക്കാതെ 4 ഓപ്ഷൻ നോക്കി പോവാം. 13 എന്താണ്, 14 എന്താണ്, 15 എന്താണ്, 16 എന്താണ്. അപ്പോൾ നമുക്കൊരു റിവൈസ് ചെയ്യലും കൂടിയാവും. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ 2 കാറ്റഗറികൾ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. ലിസ്റ്റ് 1, ലിസ്റ്റ് 2. ബേണിംഗ് സൾഫർ റിച്ച് കോൾ, എക്സ്റ്റെൻസീവ് യൂസ് ഓഫ് അഗ്രികൾച്ചറൽ ഫെർട്ടിലൈസർ, റിലീസ് ഓഫ് CFC, ക്ലോറോ ഫ്ലോറോ കാർബൺ, ഡീഫോറസ്റ്റേഷൻ. ABCD. ഇതിന് താഴെ ഓപ്ഷൻ വരുന്നത് ഓസോൺ ഡിപ്ലീഷൻ, ആസിഡ് റെയിൻ, യൂട്രോഫിക്കേഷൻ, ലോസ് ഓഫ് കാർബൺ സിങ്ക്. ഇതിൽ നമുക്ക് ചേരുംപടി ചേർക്കാനാണ് ചോദിക്കുന്നത്. ഇവിടെ യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇപ്പോൾ കേട്ട് പരിചയമില്ലാത്തൊരു സാധനമായിരിക്കും യൂട്രോഫിക്കേഷൻ. യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എന്താണ് പലതരത്തിലുള്ള ഈ ഫാക്ടറിയിൽ നിന്നും ഒക്കെയുള്ള മാലിന്യങ്ങൾ വെള്ളത്തിലേക്ക് വന്ന് ചേരുമല്ലോ. ഫാക്ടറിയിൽ നിന്നുള്ള മാലിന്യങ്ങൾ, അതുപോലെ കൃഷി ചെയ്യുന്ന സമയത്ത് കൃഷിയിൽ നമ്മൾ രാസവളങ്ങളും കീടനാശിനികളൊക്കെ ഉപയോഗിക്കുമല്ലോ. അപ്പോൾ ഒരുപാട് മിനറൽസുകളും ന്യൂട്രിയൻസും ഒക്കെ എന്ത് ചെയ്യും, ഈ വെള്ളത്തിൽ വന്ന് ചേരും. അതിനാണെന്ത് പറയാം, ഈ യൂട്രോഫിക്കേഷൻ എന്ന് പറയാം. പ്രധാനമായും നൈട്രജൻ, ഫോസ്ഫറസ് പോലുള്ള സാധനങ്ങളാണ് ഇതിൽ വരിക. ഇത് വെള്ളത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നൈട്രജൻ, അതുപോലെ ഫോസ്ഫറസ്, ഇത് വെള്ളത്തിലുണ്ടായി കഴിഞ്ഞാൽ ഇത് വെള്ളത്തിലുള്ള ജീവജാലങ്ങളെ നശിപ്പിക്കും. അതിനാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇത് ചേരുംപടി ചേർക്കാനാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ബേണിംഗ് സൾഫർ റിച്ച് കോൾ. ബേണിംഗ് സൾഫർ റിച്ച് കോൾ ഇതിൽ ഏതായിരിക്കും വരുന്നുണ്ടാവുക? ഇതിൽ സാധാരണ നമുക്ക് അത് അറിയില്ല എന്ന് കരുതാം.
അപ്പോൾ നമ്മൾ തൽക്കാലം അവിടെ വെക്കട്ടെ. രണ്ടാമത്തെ എക്സ്റ്റെൻസീവ് യൂസ് ഓഫ് അഗ്രികൾച്ചർ ഫെർട്ടിലൈസർ. അഗ്രികൾച്ചറൽ ഫെർട്ടിലൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അപ്പോൾ നമ്മൾ നേരത്തെ മുകളിൽ പറഞ്ഞല്ലോ യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞല്ലോ. യൂട്രോഫിക്കേഷൻ എങ്ങനെ ഉണ്ടാവുക? ഫെർട്ടിലൈസേഴ്സ് അമിതമായി യൂസ് ചെയ്യുന്ന സമയത്ത് മഴ പെയ്യുമ്പോൾ ഈ ഫെർട്ടിലൈസേഴ്സും ഫാക്ടറിയിലുള്ള മാലിന്യങ്ങളൊക്കെ നദിയിലേക്ക് പോകുമ്പോഴാണ് ഈ യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ യൂട്രോഫിക്കേഷൻ്റെ ആൻസർ 3 ഓക്കെ. പിന്നെ റിലീസ് ഓഫ് CFC ഡീഫോറസ്റ്റേഷൻ. ഇത് പിന്നെ നമുക്ക് എളുപ്പമായിട്ട് മനസ്സിലാകുന്ന വേറെ ഏതാണ്? ഡീഫോറസ്റ്റേഷൻ. മരങ്ങൾ വെട്ടി നശിപ്പിച്ചാൽ എന്തുണ്ടാവും? കാർബണിൻ്റെ അളവ് കുറയും അല്ലേ? കാർബണൊക്കെ സ്റ്റോർ ചെയ്തിട്ടുള്ളത് മരങ്ങളിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോസ് ഓഫ് കാർബൺ സിങ്ക് ആണെന്ത്? ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അറിയുന്ന ആദ്യത്തെ 2 എഴുതി. പിന്നെ ആസിഡ് റെയിൻ എന്തുകൊണ്ടാണ് ഉണ്ടാവുക? ആസിഡ് റെയിന് പിന്നെ 2 ഓപ്ഷനാണുള്ളത്. ഒന്ന് CFC, റിലീസ് ഓഫ് CFC പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ് അല്ലേ? ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് പുറന്തള്ളി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ശരിക്ക്? ഓസോൺ പാളിയിൽ വിള്ളൽ ഉണ്ടാവുകയും ചെയ്യാം. ഓസോൺ പാളിയിലെ വിള്ളൽ. അപ്പോൾ ഓസോൺ ഡിപ്ലീഷൻ 1. പിന്നെ ഉള്ളത് ബാലൻസ് ആസിഡ് റെയിൻ ആണ്. സൾഫർ ഉള്ള കോളുകളും കൽക്കരികളൊക്കെ കത്തിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആസിഡ് റെയിൻ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ ഇങ്ങനെ മനസ്സിലാക്കാം. ബേണിംഗ് സൾഫർ റിച്ച് കോള് കൊണ്ടുകൊണ്ട് ആസിഡ് റെയിൻ ഉണ്ടായിരിക്കും. ആസിഡ് റെയിൻ. രണ്ടാമത്തത് എക്സ്റ്റെൻസീവ് യൂസ് ഓഫ് അഗ്രികൾച്ചറൽ ഫെർട്ടിലൈസർ കാരണം യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്ന ടേം. ഇത് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൊരു സാധനമാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. പിന്നെ അടുത്ത റിലീസ് ഓഫ് CFC കാരണം ഓസോൺ പാളിയിൽ വിള്ളലുണ്ടായിരിക്കും. അതുപോലെ തന്നെ മരങ്ങൾ വെട്ടി നശിപ്പിച്ചാൽ കാർബൺ സിങ്ക്, മരങ്ങളിലുള്ള കാർബണിൻ്റെ അളവ് എന്ത് ചെയ്യും? കുറയും. ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇത് സിമ്പിളാണ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. ആന്ത്രോപോജനിക്സ് എസെൻഷ്യലി മീൻസ്. ആന്ത്രോപോജനിക് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ആന്ത്രോപോജനിക് എന്ന് പറഞ്ഞാൽ 2 വാക്ക്, ഒരു ഗ്രീക്ക് വേർഡാണ്. ഗ്രീക്ക് വേർഡിൽ നിന്നാണ് എന്ത് ഈ ആന്ത്രോപോജനിക് എന്ന് പറഞ്ഞ വാക്ക് വന്നിട്ടുള്ളത്. ആന്ത്രോപോസ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൺ എന്നാണ് അർത്ഥം. ആന്ത്രോപോസ് ഹ്യൂമൺ. അതുപോലെ ജെനസ്, ഇത് ബോൺ അല്ലെങ്കിൽ പ്രൊഡ്യൂസ്ഡ് എന്നാണ് അർത്ഥം. മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളാൽ ഉണ്ടായത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ആന്ത്രോപോജനസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളാൽ ഉണ്ടാവുന്ന എന്താണ്? ക്ലൈമറ്റ് ചേഞ്ചിനാണ് ആന്ത്രോപോജനിക് ക്ലൈമറ്റ് ചേഞ്ച് എന്നൊക്കെ പറയുന്നത്, ക്ലൈമറ്റ് ആക്ടിവിറ്റി എന്നൊക്കെ പറയുന്നത്. ഇതിലേതാണ് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളാൽ നോക്കാം. പ്രോസസ് ഒക്കർ നാച്ചുറലി ഇൻ ദ എൻവയോൺമെൻറ്റ്, പ്രകൃതിദത്തമായിട്ടുണ്ടായത് അതല്ല. കോസ്ഡ് ബൈ പ്രൊഡ്യൂസ്ഡ് ബൈ ഹ്യൂമൻ ആക്ടിവിറ്റീസ്, അതാണോ? പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം. റിലീസ്ഡ് ബൈ ആൻഷ്യൻ സിവിലൈസേഷൻ, പുരാതന കാല സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട അതല്ല. പിന്നെ ചേഞ്ചസ് ബോട്ട് ബൈ ജിയോളജിക്കൽ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഭൂമിക്കടിയിലുള്ള ഫലങ്ങളിലൊക്കെ ഷിഫ്റ്റ് വന്നു, അങ്ങനെ അതേതായാലും അല്ല. അപ്പോൾ പിന്നെ ഇതിൻ്റെ ആൻസർ ആന്ത്രോപോജനിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളാൽ ഉണ്ടാവുന്ന ഒരു ഇതാണ്. ഈ വാക്ക് ഇടക്കിടക്ക് കാണാറുണ്ട് എക്സാമിന്, ആന്ത്രോപോജനിക് എന്ന് പറഞ്ഞ വാക്ക്. അത് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനും അതേപോലെ തന്നെയാണ്. താഴെ പറയുന്നതിന് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളാൽ ഉണ്ടാവുന്ന പൊല്യൂഷൻ ഏതാണെന്ന് നോക്കാം. ഓക്കെ, പ്രത്യേകിച്ച് അർബൺ ഏരിയയിൽ വോൾക്കാനിക് ഇറപ്ഷൻ, അഗ്നിപർവ്വത സ്ഫോടനം, ഇത് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളാൽ ഉണ്ടാകുന്നതല്ല. പിന്നെ ഏറ്റവും കൂടുതൽ കേട്ടോ ഇവിടെ ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ആന്ത്രോപോജനിക് സോഴ്സ് ഓഫ് എയർ പൊല്യൂഷൻ? എയർ പൊല്യൂഷൻ്റെ ഏറ്റവും വലിയ സോഴ്സ് നഗരങ്ങളിൽ ഏതാണ്? അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ നമ്മൾ തോന്നുന്നത് ചിലപ്പോൾ അഗ്രികൾച്ചറൽ ഡസ്റ്റ് എന്നൊക്കെ തോന്നും. അത് കൃഷി മനുഷ്യൻ്റെ പ്രവർത്തനമാണല്ലോ. പക്ഷെ അവിടെ ക്വസ്റ്റ്യൻ നഗരങ്ങളിൽ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നഗരങ്ങളിൽ വ്യവസായ മേഖലയും സേവന മേഖലയാണ് കൂടുതലുള്ളത്, അതുകൊണ്ട് കൃഷി അവിടെ കുറവാണ്. അപ്പോൾ ഇവിടെ 2 ഓപ്ഷനാണുള്ളത്. ഒന്നെങ്കിൽ വെഹിക്കുലാർ എമിഷൻ, വാഹനങ്ങളിൽ നിന്നുള്ള പുക, അഗ്രികൾച്ചറൽ ഡസ്റ്റ്. ഗ്രാമങ്ങളിലൊക്കെയാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. പക്ഷേ നഗരങ്ങളിൽ വാഹനങ്ങളുടെ അമിതമായ ഉപയോഗമാണ് എന്തിന് കാരണമാകുന്നത്? മലിനീകരണത്തിന് കാരണമാവുന്നത്. പ്രത്യേകിച്ച് നൈട്രജൻ ഓക്സൈഡ്,
NOx, അതുപോലെ കാർബൺ മോണോക്സൈഡ് പോലുള്ള വാതകങ്ങൾ എന്തിൽ വരുന്നുണ്ട്, ഈ വാഹനങ്ങളിലെ പുക കാരണം വരുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ 5 എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ഓൾറെഡി പറഞ്ഞതാണ്. മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ 5 എന്താണ്? നമ്മൾ ഓരോന്ന് പറഞ്ഞു. പോവർട്ടി ആൻഡ് ഹങ്കർ 1, യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ, ജെൻഡർ ഇക്വിറ്റി, ചൈൽഡ് മോർട്ടാലിറ്റി, മെറ്റേണൽ ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ ഏതാണത്? ഒന്ന് ചൈൽഡ് മോർട്ടാലിറ്റി, മെറ്റേണൽ ഹെൽത്ത്, ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ്, HIV എയ്ഡ്സ് അവെയർനെസ്, ഇതെല്ലാം അതിൽ വരുന്ന തന്നെയാണ്. ഇതിൽ ഒന്ന് മാത്രം കറക്റ്റും ബാക്കിയുള്ളതൊന്നും മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോളിൽ വരാത്തതുമാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും. പക്ഷേ PSC പോലെ ഇവിടെ ചോദിക്കാറില്ല. PSCക്കൊക്കെ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ചാൽ കാണാം, ഒന്ന് മാത്രമായിരിക്കും കറക്റ്റ്, ബാക്കിയുള്ളതൊക്കെ മണ്ടത്തരായിരിക്കും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇവിടെ അങ്ങനെ ഏതാണ് ശരി എന്നുള്ള കൺഫ്യൂഷനിൽ നമ്മൾ കുറേ സമയം നിന്ന് പോകും. ഇപ്പോൾ നമുക്ക് ആർക്കാ പറയാൻ കഴിയാം ഇതിന് ആൻസർ എന്താണ്? ബി. ഓക്കെ, ബി ആണെന്ത്? മെറ്റേണൽ ഹെൽത്ത്. ഓക്കെ, ഇതിൽ ഓരോന്നും നമുക്ക് നോക്കാം. ചൈൽഡ് മോർട്ടാലിറ്റി ഏതാണ്? ചൈൽഡ് മോർട്ടാലിറ്റി ഗോൾ 4 ആണ്. മെറ്റേണൽ മോർട്ടാലിറ്റി ഗോൾ 5 ആണ്. ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് പറയുന്നത് 8 ആണ്. പിന്നെ HIV എയ്ഡ്സ് അവെയർനെസ് പറയുന്നത് 6 ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഓരോന്നും അതിൽ വരുന്ന തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ 7 എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇവിടെ ഇത് ബ്രാക്കറ്റിൽ ഇവിടെ ഞാൻ തന്നെ എഴുതി വെച്ചാണ്. ഇത് എക്സാമിന് ഇങ്ങനെ വരില്ല കേട്ടോ, ബ്രാക്കറ്റിൽ വരില്ല. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചതാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ 7. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ 17 അവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ 17 7 എന്ന് പറഞ്ഞാൽ ഏതാണ്? നമുക്ക് നോക്കാം. ഒന്ന് ഡബിൾ ദ ഗ്ലോബൽ റേറ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് എനർജി എഫിഷ്യൻസി. രണ്ടാമത്തത് എന്താണ്? ഫോസിൽ ഫ്യൂവൽ, ഫേസ് ഔട്ട് ഫോസിൽ ഫ്യൂവൽ ബൈ 2030. പ്രൊവൈഡ് ഫ്രീ എനർജി ടു ഇലക്ട്രിസിറ്റി ടു ആൾ ഡെവലപ്പിംഗ് നേഷൻസ്. ബിൽഡ് ക്ലിയർ പവർ പ്ലാന്റ്സ്, ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ശരിക്ക് ക്ലീൻ എനർജിയാണ്. ക്ലീൻ എനർജി എന്ന് പറഞ്ഞാൽ എനർജി എഫിഷ്യൻസി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ വരുന്നത്. അപ്പോൾ ആൻസർ ഏതാണ്? നമ്പർ 4 ആണ്. നമ്പർ A ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്, അതുകൊണ്ട് നമ്മൾ കൂടുതൽ പറയുന്നില്ല. പിന്നെ മറ്റൊരു ടേം 14ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ബയോമാഗ്നിഫിക്കേഷൻ. ഈ ടേം എന്താണെന്ന് നമുക്ക് നോക്കാം. ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ക്വസ്റ്റ്യൻ. ബയോമാഗ്നിഫിക്കേഷൻ ഓഫ് ടോക്സിക് കെമിക്കൽസ് ഈസ് ഡയറക്റ്റ് കോൺസിക്വൻസസ് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റി. മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളാൽ ഉണ്ടാകുന്ന ഒരു ഇതാണെന്ത്? ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ബെസ്റ്റ് ഡിസ്ക്രൈബ് ദിസ് പ്രോസസ്സ്. താഴെ പറയുന്നതിൽ ഏതാണത് വിശദമായിട്ട് വിശദീകരിക്കുന്നത്? നമുക്ക് നോക്കാം. ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ എന്താണ്, ഈ പലതരത്തിലുള്ള ജീവജാലങ്ങൾ എന്ത് ചെയ്യും, ഈ നശിച്ചു പോവാത്ത പല സാധനങ്ങളുണ്ടല്ലോ. ഒരു മിനിറ്റ്. ഇപ്പോൾ പല സാധനത്തിൽ പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള നോൺ ഡീഗ്രേഡേബിൾ ആയിട്ടുള്ള കെമിക്കൽസ് പലതും ഒന്നുണ്ടാവും ഭൂമിയിൽ വേസ്റ്റായിട്ട് കിടക്കുന്നുണ്ടാവും, അത് നശിച്ചു പോകാതെ കിടക്കുന്നുണ്ടാവും. ഇത് ചില ജീവജാലങ്ങൾ തിന്നും. അത് തിന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് കണ്ടാമിനേറ്റഡ് ആവും. അത് കഴിക്കുന്ന ജീവി എന്ത് ചെയ്യും? അതിന് എഫക്റ്റഡ് ആവും. അങ്ങനെ എന്ത് ചെയ്യും? ഘട്ടം ഘട്ടമായിട്ട് ഇത് മനുഷ്യനെയും എഫക്റ്റ് ചെയ്യും. അത് ഫുഡ് ചെയിനിനെ ബാധിക്കും. പലതരത്തിലുള്ള, സിമ്പിളായിട്ട് പറഞ്ഞാൽ പല ജീവജാലങ്ങൾ, ചെറിയ ചെറിയ പാറ്റ, പഴുതാര, ഇങ്ങനെ പല ചെറിയ ചെറിയ ജീവജാലങ്ങളൊക്കെ ഭൂമിയിലുള്ള ടോക്സിക് കെമിക്കൽസ് കഴിക്കും എന്ന് പറഞ്ഞാൽ അത് കുറേ കാലമായിട്ട് ഭൂമിയിൽ ഇങ്ങനെ കിടക്കുന്ന സാധനമാകുമ്പോൾ അവർ ഭക്ഷണം കഴിക്കുന്നതിന് കൂട്ടത്തിൽ അവരുടെ ഉള്ളിലേക്ക് ഇത് പോവും. ടോക്സിക് കെമിക്കൽസാണ് അത്. പിന്നെ എന്ത് ചെയ്യും? അതിനെ കഴിക്കുന്ന പഴുതാരയെ കഴിക്കുന്ന വല്ല തവളയെ കഴിക്കും. അങ്ങനെ വേറെ ഏതെങ്കിലും ജീവജാലങ്ങൾ കഴിക്കും. ആട്, കോഴി, അങ്ങനെ ഏതെങ്കിലും ജീവജാലങ്ങൾ കഴിച്ച് നമ്മൾ ഈ ആട്, കോഴിയൊക്കെ കഴിക്കുന്ന സമയത്ത് ഈ ടോക്സിക് കെമിക്കൽസ് നമ്മളെ ഉള്ളിലേക്ക് വരും.
അതിനെയാണ് എന്ത് പറയുക, ഈ ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറയാം. പ്രധാനമായിട്ടും നമുക്കറിയാം ഇപ്പോൾ പെസ്റ്റിസൈഡ്സ്, DDT പോലുള്ള പലതരത്തിലുള്ള പെസ്റ്റിസൈഡ്സും നമ്മൾ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട് അല്ലേ. ഈ പെസ്റ്റിസൈഡ് എന്തുണ്ടാവുന്നു, പെസ്റ്റിസൈഡ് ചെടികളിലൊക്കെ പെടും അല്ലേ. അപ്പോൾ നമ്മൾ ഈ പെസ്റ്റിസൈഡ് കൊണ്ട് വളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ നമ്മളെന്തുണ്ടാവും, നമ്മളിലേക്ക് ഈ കെമിക്കൽസ് വരും. ഒന്നാമത്തെ രീതി. മറ്റൊന്നാണ് ഇപ്പോൾ മെർക്കുറി പോലുള്ള സാധനം ടൂണ ഫിഷിലൊക്കെ സ്ഥിരമായിട്ട് കാണാറുണ്ടെന്ന് പഠനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പല പവർ പ്ലാന്റുകളിൽ നിന്നും മറ്റൊക്കെ റിലീസ് ചെയ്യുന്ന കെമിക്കൽസൊക്കെ വെള്ളത്തിലേക്ക് എന്ത് ചെയ്യും, പോവും. അതുപോലെ തന്നെ ഫാക്ടറിയിൽ നിന്നും അതുപോലെ തന്നെ ഈ കൃഷിയുടെ ഭാഗമായിട്ടൊക്കെ നമ്മൾ തളിക്കുന്ന വളങ്ങൾ, കീടനാശിനികളൊക്കെ നദികളിലേക്ക് പോവും. അത് മത്സ്യങ്ങൾ കഴിക്കും. മത്സ്യങ്ങൾ കഴിച്ചാൽ ഈ മെർക്കുറി പോലുള്ള സാധനങ്ങൾ മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് എത്തും. ചുരുക്കി പറഞ്ഞത് ഫുഡ് സൈക്കിളായിട്ട് എന്ത് ചെയ്യുന്നു, കറങ്ങി എന്ത് ചെയ്യും, മനുഷ്യനിലേക്ക് എത്തും. അതാണ് ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതിന് 4 ഓപ്ഷൻസാണ് കൊടുത്തിട്ടുള്ളത്. ദ ഡിലൂഷൻ ഓഫ് ടോക്സിൻസ് ആസ് ദേ മൂവ് ഫ്രം ഓഷ്യൻ ടു വാട്ടർ. അത് വിഷം കടലിൽ നിന്ന് റിവറിലേക്ക് വരെ, ഓഷ്യൻ ടു റിവർ അതല്ല. രണ്ടാമതായിട്ട് കൊടുത്ത ഓപ്ഷനാണിത്, ഇൻക്രീസ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്റ്റൻസ് ഇൻ ദ ടിഷ്യൂസ് ഓഫ് ടോളറൻറ്റ് ഓർഗാനിസംസ് അറ്റ് സക്സസീവ്ലി ഹയർ ലെവൽ ഇൻ ദ ഫുഡ് ചെയിൻ. നമുക്ക് നോക്കാം. അടുത്ത, റാപ്പിഡ് ബ്രേക്ക് ഡൗൺ ഓഫ് കെമിക്കൽസ് ഇൻ ദ സോയിൽ ഡ്യൂ ടു മൈക്രോബ്സിൻ്റെ കാരണം മണ്ണിലുള്ള കെമിക്കൽസ് ബ്രേക്ക് ഡൗൺ ആവുക ശരിയല്ല. പിന്നെ റിലീസ് ഓഫ് ഹെവി മെറ്റൽസ് ഫ്രം ഇൻഡസ്ട്രിയൽ സ്മോക്ക് സ്റ്റാക്ക്, അതല്ല. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇതാണ്, നമ്മൾ എന്ത് ചെയ്യണം, പലതരത്തിലുള്ള ടോക്സിക് കെമിക്കൽസ് ഭൂമിയിലുണ്ടായിരിക്കും. അത് ചിലപ്പോൾ പുഴുക്കളത് കഴിക്കും. കോഴി പുഴുക്കളെ കഴിക്കുന്നു. അപ്പോൾ ഈ പുഴുവിൽ നിന്നുണ്ടായിരുന്ന ടോക്സിക് കെമിക്കൽസ് എന്ത് ചെയ്യും, കോഴിയിലേക്ക് പ്രവേശിക്കും. കോഴി നമ്മൾ കഴിക്കുമ്പോൾ നമ്മളിലേക്ക് എന്ത് ചെയ്യും, ഈ ടോക്സിക് കെമിക്കൽസ് പ്രവേശിക്കും. അതുപോലെ കോഴികൾക്ക് നല്ല ഇറച്ചി ഉണ്ടാകാൻ വേണ്ടിയിട്ടൊക്കെ പലതരത്തിലുള്ള കെമിക്കൽസ് കുത്തിവെക്കുന്നു. ആ കുത്തിവെച്ച സാധനം നമ്മൾ കഴിക്കുമ്പോൾ നമ്മളിലേക്ക് ടോക്സിൻ ഉണ്ടാവുന്നു. അതുപോലെ തന്നെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് രാസവളങ്ങൾ, കീടനാശിനികളൊക്കെ തളിക്കുന്നു. അത് ചെടികളെ എഫക്റ്റ് ചെയ്യുന്നു. ചെടികൾ നമ്മൾ കഴിക്കുന്നു, നമ്മളെ എഫക്റ്റ് ചെയ്യുന്നു. ഇതൊക്കെ ബയോമാഗ്നിഫിക്കേഷനിൽ വരുന്നതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബി ആണ് അതിൻ്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 15ാമത്തെ ക്വസ്റ്റ്യൻ. ഇതിൽ ക്വസ്റ്റ്യൻ ഇഷ്ടം പോലെ ഉണ്ട്. ഈ എല്ലാ ക്വസ്റ്റ്യൻ 100-ലധികം ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട്. ഇത് തുടക്കത്തിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കുക. ബാക്കിയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ഫ്രീ ആണ് സമയത്ത് നോക്കണം. 2 സ്റ്റേറ്റ്മെൻറ്റുകൾ തരുന്നത്. എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങളും ഒരു പ്രാവശ്യം ഡിസ്കസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരാറുണ്ട്. 2 സ്റ്റേറ്റ്മെൻറ്റ് തരും. എന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റ് എ ആൻഡ് ബി ഈസ് കറക്റ്റ്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ കറക്റ്റ്, അല്ലെങ്കിൽ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ ഫാൾസ്, സ്റ്റേറ്റ്മെൻറ്റ് 1 ട്രൂ, സ്റ്റേറ്റ്മെൻറ്റ് 2 ഫാൾസ്, സ്റ്റേറ്റ്മെൻറ്റ് 1 ഫാൾസ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ട്രൂ എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. നമുക്ക് ചിലപ്പോൾ കണ്ട് പരിചയമില്ലാത്ത ക്വസ്റ്റ്യൻ ആവും ചിലപ്പോൾ. അപ്പോൾ നമുക്ക് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് 1, SDG എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ ആർ ലീഗലി ബൈൻഡിങ് ഓൺ ആൾ മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ഓഫ് യുണൈറ്റഡ് നേഷനിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോള് എല്ലാ മെമ്പേഴ്സിനും നിർബന്ധമായിട്ടും പാലിക്കണം. ഇത് ഒപ്പിട്ട എല്ലാ മെമ്പേഴ്സും എന്ത് ചെയ്യണം, ഇതിൻ്റെ ഈ പറഞ്ഞ 17 കാര്യങ്ങളുണ്ടല്ലോ, അത് ലീഗലി ബൈൻഡിങ് ആണെന്ന് നിർബന്ധമായിട്ട് അത് പാലിക്കേണ്ടതുണ്ട് എന്നതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ വെർ ബോൺ ഔട്ട് ഓഫ് റിയോ 20 കോൺഫറൻസ് ഇൻ 2012. ഇതിൽ സ്റ്റേറ്റ്മെൻറ്റ് രണ്ടാമത്തത് ശരിയാണ്. റിയോ 20 കോൺഫറൻസിലാണ് ഇത് എന്ത് ചെയ്ത്, റിയോ ഡി ജനീറോയിൽ റിയോ 2012 ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കോൺഫറൻസ് നടന്നത്. UN സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കോൺഫറൻസ്, റിയോ 20 കോൺഫറൻസ്, അത് 2012 നടന്നത്.
ഈ 2012 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോള് അംഗീകരിച്ചത്, അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. പക്ഷേ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, ലീഗലി ബൈൻഡിങ് അല്ല. അപ്പോൾ ഈ പറഞ്ഞ 17 കാര്യങ്ങളും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ചെയ്യണം നിർബന്ധമല്ല, അത് വളണ്ടറി ആണ്. അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യണ്ട. ഇതാണ് 15ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. സിമ്പിളാണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അത് ഉത്തരം നിങ്ങൾ പറയാം. ഇപ്പോൾ യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ പറഞ്ഞല്ലോ അല്ലേ. യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞു, മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ കാരണം എന്ത് ചെയ്യാണ്, ഫെർട്ടിലൈസർ, മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഫാക്ടറിയിൽ നിന്നുള്ള പുക, അതുപോലെ കൃഷി ചെയ്യുന്ന സമയത്ത് രാസവളങ്ങൾ, കീടനാശിനികളൊക്കെ മഴ പെയ്യുന്ന സമയത്ത് വെള്ളത്തിലേക്ക് വരും അല്ലേ. അപ്പോൾ ഈ വെള്ളത്തിൽ ഒരുപാട് മിനറൽസ് എന്ത് ചെയ്യും, കെട്ടിക്കിടക്കാൻ കാരണമാവും. ഏതെല്ലാം തരത്തിലുള്ള മിനറൽസാണ് ഈ യൂട്രോഫിക്കേഷൻ കാരണം ഫ്രഷ് വാട്ടർ ലേക്കിലേക്ക് വരിക? പലതരത്തിലുള്ള ഹെവി മെറ്റൽസ്, നല്ല ഹെവി മെറ്റൽസ് ഏതായാലും വരില്ല. പിന്നെ പ്ലാസ്റ്റിക് ആൻഡ് മൈക്രോ പ്ലാസ്റ്റിക്സ്, അതുപോലെ തന്നെ നൈട്രേറ്റ് ആൻഡ് ഫോസ്ഫേറ്റ്, കാർബൺ മോണോക്സൈഡ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഏതാണ് യൂട്രോഫിക്കേഷൻ കാരണം വെള്ളത്തെ മലിനമാക്കുക? ആരാ പറയാം? ഇതിന് ആൻസർ എന്താണ്? യെസ്, നൈട്രേറ്റ് ആൻഡ് ഫോസ്ഫേറ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അത് ശ്രദ്ധിച്ച് നോക്കണം. ഇത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് നമ്മളെ മനസ്സിലുണ്ടാവും, പക്ഷേ ചിലപ്പോൾ നമ്മളത് മറന്നു പോകാൻ കാരണമാകും. കാരണം കുറേ വാദങ്ങളൊക്കെ പേര് നമ്മൾ പഠിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്നൊക്കെ പറഞ്ഞിട്ട് പല പേരുകൾ പഠിക്കുമ്പോൾ ചിലപ്പോൾ അത് മിസ്സാവാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങൾ നോക്കണം. പിന്നെ ഇനി വരുന്നതൊക്കെ ജനറൽ ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഇത് ഒഴിവാക്കിയിട്ട് 17 സെയിം തന്നെയാണ്. ഇതിൽ ഏത് ഗോളാണെന്നാണ് പറയുന്നത്. നമുക്ക് 18ലേക്ക് പോവാം. 18 നമ്മൾ കേൾക്കാത്തൊരു വാക്കാണ്, ട്രാജഡി ഓഫ് കോമൺസ്. ട്രാജഡി ഓഫ് കോമൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ക്വസ്റ്റ്യൻ. ട്രാജഡി ഓഫ് കോമൺസ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് പറയാം എന്താണ് ട്രാജഡി ഓഫ് കോമൺസ്. പൊതു ഉപയോഗത്തിനുള്ള വിഭവങ്ങളുണ്ടല്ലോ. വിഭവങ്ങൾ പറഞ്ഞാൽ തിന്നുന്ന സാധനങ്ങൾ മാത്രമല്ല, നമ്മൾ പൊതു ഉപയോഗത്തിനായിട്ട് ഉപയോഗിക്കുന്ന വായു, വെള്ളം, പലതരത്തിലുള്ള സാധനങ്ങളുണ്ട്. ഇതൊക്കെ പൊതുവായിട്ട് ജനങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങളല്ലേ. ഇത് എന്ത് ചെയ്യുക, ഒരു വ്യക്തിയുടെ ലാഭത്തിന് വേണ്ടി പൊതുവായി ഉപയോഗിക്കുന്ന വിഭവങ്ങൾ വ്യക്തി സ്വന്തം ലാഭത്തിന് വേണ്ടി അമിതമായി ഉപയോഗിക്കുന്നതിനെ എന്ത് പറയുന്നുണ്ട്? ട്രാജഡി ഓഫ് കോമൺസ് എന്ന് പറയും. അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് ആ സാധനം എല്ലാവർക്കും കിട്ടാതെ നശിച്ചു പോകുന്നു. അതിന് ട്രാജഡി ഓഫ് കോമൺസ് എന്ന് പറയും. ട്രാജഡി ഓഫ് കോമൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും ഉപയോഗിക്കേണ്ട, കോമൺസിന് ഉപയോഗിക്കേണ്ട വിഭവങ്ങൾ എന്തൊക്കെ ആവാം? ഫോറസ്റ്റ് വിഭവങ്ങളാവാം, വെള്ളമാവാം, ശുദ്ധമായ വായു ആവാം. ഇതൊക്കെ എന്തുണ്ട്, ചില ആൾക്കാർ അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ട് അമിതമായി ഉപയോഗിക്കുന്ന സമയത്ത് ഈ വിഭവങ്ങൾ എല്ലാവർക്കും ലഭിക്കാതെ പോകുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കൊക്കക്കോളയുടെ പ്ലാന്റ് എൻ്റെ നാട്ടിൽ വന്നു എന്ന് കരുതാം. അപ്പോൾ അവിടെ അവരെന്ത് ചെയ്യാണ്, കൊക്കക്കോളയ്ക്ക് എന്ത് വേണം? വെള്ളം വേണം. അപ്പോൾ ഒരുപാട് കിണറുകൾ കുഴിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കുഴൽക്കിണറുകൾ കുഴിച്ചുകൊണ്ട് വെള്ളം വരെ എന്ത് ചെയ്യണം, പരമാവധി എടുക്കുകയാണ്. എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇവരുടെ ലാഭത്തിന് വേണ്ടി വെള്ളം എടുക്കുന്നു, പക്ഷേ ആ നാട്ടിലുള്ള ആളുകൾക്ക് വെള്ളം കിട്ടില്ല. അപ്പോൾ അതിന് ട്രാജഡി ഓഫ് കോമൺസ് എന്നാണ് പറയാം. അപ്പോൾ ഇതിൽ ഏതാണ് ഓപ്ഷൻ നമുക്ക് നോക്കാം. ഡിസ്ട്രക്ഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ മോണമെൻറ്റ്സ് ബൈ പൊല്യൂഷൻ കാരണം ഹിസ്റ്റോറിക്കൽ മോണമെൻറ്റ്സിൽ നാശനഷ്ടം വരിക. അതല്ല. ഇപ്പോൾ ഉദാഹരണം ഇത് എന്താ പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ താജ്മഹൽ എന്തുകൊണ്ടാണ് നിർമ്മിച്ചത്? പലതരത്തിലുള്ള മാർബിളുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ്, സൾഫർ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അന്തരീക്ഷത്തിലേക്ക് പോകുന്ന സമയത്ത് ഈ താജ്മഹൽ പോലുള്ള പഴയ പുരാവസ്തുക്കൾക്കൊക്കെ എന്തെയും നാശനഷ്ടങ്ങൾ വരുന്നുണ്ട്. അതിനാണ് ഇത് പറയുന്നത്. തെറ്റാണ്, ആൻസർ ശരിയല്ല. ദ ഡിപ്ലീഷൻ ഓഫ് ഷെയർഡ് റിസോഴ്സസ് ബൈ ഇൻഡിവിജ്വൽസ് ആക്ടിങ് ഇൻഡിപെൻഡൻ്റ്ലി അക്കോർഡിംഗ് ടു ദെയർ ഓൺ സെൽഫ് ഇൻട്രസ്റ്റ്. അതാണ് അതിൻ്റെ ആൻസർ വരിക. മറ്റേത് ലാക്ക് ഓഫ് ഫണ്ടിങ് ടു പബ്ലിക് പാർക്കിന് ഫണ്ട് കൊടുക്കാതിരിക്കുക, ഫണ്ട് കിട്ടാതിരിക്കുക. നാച്ചുറൽ എക്സ്റ്റൻഷൻ ഓഫ് സ്പീസീസ് ഓവർ ടൈം. ഇപ്പോൾ ചില ജീവജാലങ്ങൾ നാച്ചുറലായിട്ട് ഇല്ലാതാവും. ഇപ്പോൾ നമ്മൾ ദിനോസറൊക്കെ നാച്ചുറലായിട്ട് ഇല്ലാതാവണതിന് ട്രാജഡി ഓഫ് കോമൺസ് എന്ന് പറയില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? മനുഷ്യന് അവൻ്റെ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് വിഭവങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് മറ്റുള്ള ആൾക്കാർക്ക് അത് കിട്ടാതെ വരുന്നു. അതിനാണ് എന്ത് പറയുക, ട്രീറ്റി ഓഫ് കോമൺസ് എന്ന് പറയാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 19ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നിർത്താം കേട്ടോ. ഇത് ജസ്റ്റ്
മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതിൽ വരുന്നത്. നോക്കാം. മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോള് എന്ന അജണ്ട എപ്പോഴാണ് ഇത് ഡിക്ലെയർ ചെയ്തത്? മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോള് ഡിക്ലെയർ ചെയ്തത് അത് മില്ലേനിയം ഡിക്ലറേഷനിലുമാണ്. മില്ലേനിയം ഡിക്ലറേഷൻ. അത് നമുക്ക് ഉത്തരത്തിൽ തന്നെ വളരെ ഈസി ആയിട്ട് കിട്ടും. പിന്നെ അടുത്ത് നോക്കാം. ഒരു 20ാമത്തെ ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസിഡേർഡ് ആസ് പ്രൈമറി പൊല്യൂറ്റൻറ്റ് റിലീസ്ഡ് ഡയറക്റ്റ്ലി ബൈ ഹ്യൂമൻ ആക്ടിവിറ്റീസ്? മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ കാരണമായിട്ട് പുറന്തള്ളുന്ന പ്രൈമറി പൊല്യൂറ്റൻറ്റ് ഇതിൽ ഏതാണ്? ഓക്സോണ്, അതുപോലെ PAN, അതുപോലെ SO3 സൾഫർ ഡയോക്സൈഡ്, ഫോട്ടോ കെമിക്കൽ സ്മോഗ്. ഇതിൽ ഏതാണ് ശരിക്കും മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ കാരണം പുറന്തള്ളുന്നത്? സൾഫർ ഡയോക്സൈഡാണ്. സൾഫർ ഡയോക്സൈഡാണ് പ്രധാനമായിട്ട് നമ്മൾ ഈ കോള്, കൽക്കരി കത്തിക്കുന്ന സമയത്ത്, അതുപോലെ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് കാരണമൊക്കെ പുറന്തള്ളുന്നതൊക്കെ എന്താണ്? ഇത് സൾഫർ ഡയോക്സൈഡാണ്. ഇതൊരു പ്രൈമറി പൊല്യൂറ്റൻ്റ് ആണ്. ബാക്കിയുള്ളതൊക്കെ സെക്കൻഡറി പൊല്യൂറ്റൻ്റ് ആണ്. ഓസോൺ ഒരു സെക്കൻഡറി പൊല്യൂഷനാണ്. PAN ഒരു സെക്കൻഡറി പൊല്യൂറ്റൻ്റ് ആണ്. ഇത് രണ്ടും സെക്കൻഡറി പൊല്യൂഷനാണ്. ബാക്കിയുള്ളത് പ്രൈമറി പൊല്യൂറ്റൻ്റ്. അതാണ് ഇത് കാരണമാണ് എന്ത് ചെയ്യുന്നത്? ആസിഡ് റെയിനൊക്കെ ഉണ്ടാവുന്നത്. പിന്നെ എത്രയേനുള്ളൂ. പിന്നെ ബാക്കിയുള്ളതൊക്കെ സെയിം ഭാഗങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടോ? നിങ്ങൾ ചെയ്യേണ്ട എന്താ വെച്ചാൽ ഇതിൻ്റെ ബാക്കി കുറച്ച് ചോദ്യങ്ങൾ കൂടിയുണ്ട്. എല്ലാം കൂടെ ചെയ്യാൻ നമുക്ക് 2-3 മണിക്കൂറൊക്കെ പിടിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ബാക്കിയുള്ള ചോദ്യങ്ങൾ വായിക്കുക. അതിൻ്റെ ഉത്തരം താഴെ വിശദീകരണത്തോടു കൂടി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? ആൻസർ ചെയ്ത് നോക്കുക. ഓക്കെ. എന്നിട്ട് ഈ 100 ചോദ്യങ്ങൾ വായിക്കുന്നതോടുകൂടി ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഫുൾ കാര്യങ്ങൾ കവർ ചെയ്യണം. ഇത് ശരിക്കും നമ്മൾ യൂണിറ്റ് 9 പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിൽ ഒരു ഭാഗം മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇതിൽ കുറേ കാര്യങ്ങൾ ഇനിയും ചർച്ച ചെയ്യാനുണ്ട്. ഈ ടോപ്പിക്ക് തന്നെ നമ്മൾ പിന്നീട് ഒരിക്കൽ വീണ്ടും ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വേറെ വശങ്ങളൊക്കെ പറയാം. ക്യോട്ടോ പ്രോട്ടോക്കോള്, അങ്ങനെ പല സാധനങ്ങൾ ഇതിൽ പറയാനുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാൻ? ആ അല്ലല്ല, മെറ്റേണൽ മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ മാതൃമരണ നിരക്കാണ്. എത്രയാണ് നിരക്കിൻ്റെ അളവ് അറിയോ? എന്ത് അത് ഇന്ത്യയിലെ നിരക്കോ? അതെ അതെ അതെ. ഞാൻ എൻ്റെ മെറ്റീരിയൽ അങ്ങനെ 2/3 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഒന്ന് പരിശോധിച്ചിട്ട് എന്ത് ചെയ്യാം, ഞാൻ പറയാം. ഓക്കെ. അതിലെന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ടെങ്കിൽ ഞാൻ പറയാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.